ഈ നമ്മൾ ഡ്രോയിങ് പഠിക്കണം. ഓക്കെ. പെൻസിൽ വെച്ചിട്ട് ഔട്ട്ലൈനിങ്ങും സ്കെച്ചിങ് അത് പഠിക്കണം. പിന്നെ നമ്മുടെ ഈ ലേണിംഗ് പ്രോസസ്സ് ശരിക്കും ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണോ? സ്റ്റെപ്പ് 1, 2 അങ്ങനെയേ പോകാൻ പറ്റുള്ളൂ. അതായത് കളർ പെൻസിൽ പഠിച്ചതിന് ശേഷം മാത്രമാണോ പിന്നെ നെക്സ്റ്റ് ലെവൽ വാട്ടർ കളർ, നെക്സ്റ്റ് ലെവൽ അക്രിലിക് അങ്ങനെയേ പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എൻ്റെ വേറൊരു. തീർച്ചയായിട്ടും നമുക്കൊരു കോഴ്സ് പാത്ത് ഉണ്ട്. ആ കോഴ്സ് പാത്ത് നമ്മൾ എല്ലാ കോഴ്സിൻ്റെ അകത്തും ഞാൻ കവർ ചെയ്യുന്നുണ്ട്. ഞാൻ പഠിപ്പിച്ച് റിസൾട്ട് കിട്ടിയൊരു കോഴ്സ് പാത്താണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പെൻസിൽ ഡ്രോയിങ് ആദ്യം പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക്. കാരണം പെൻസിൽ ഡ്രോയിങ് പഠിക്കാതെ പെയിന്റിലോട്ട് കടന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ തിരിച്ചു വരേണ്ടി വരും, വീണ്ടും നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാളുടെ ഫേസ് പെയിന്റ് ചെയ്യുക, ഫേസ് പെയിന്റ് ചെയ്യുമ്പോൾ ഫേസ് വരയ്ക്കാൻ അറിയണമല്ലോ. അല്ലെങ്കിൽ ഒരു ലാൻഡ്സ്കേപ്പ് പെയിന്റ് ചെയ്യുക, ലാൻഡ്സ്കേപ്പ് പെയിന്റ് ചെയ്യുമ്പോൾ ലാൻഡ്സ്കേപ്പ് ഔട്ട്ലൈൻ അറിയണമല്ലോ. ബേസിക് എന്ന് പറയുന്നത് പെൻസിൽ ഡ്രോയിങ് ആണ്. പെൻസിൽ ഡ്രോയിങ്ങിൽ തന്നെ നമുക്ക് ലൈറ്റ് ആൻഡ് ഷാഡോ പഠിക്കാൻ പറ്റും, ഷെയ്ഡിങ് പഠിക്കാൻ പറ്റും. ഇതാണ് ബേസിക് വരുന്നത്. പെൻസിൽ ഡ്രോയിങ് കഴിഞ്ഞാൽ നമുക്ക് കളർ പെൻസിൽ ഓപ്ഷനിലാണ് പഠിക്കാം. പോർട്രേറ്റിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നവരുണ്ട്, ചാർക്കോൾ ചെയ്യുന്നവരുണ്ട്. ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ള ബ്രാഞ്ചുകൾ പോലെ പോകുന്നത്. ഇത് കൂടാതെ പെയിന്റിങ്ങും വരുന്നുണ്ട്. ഞാൻ പഠിച്ച ഓർഡർ പറയാം. ഞാൻ ആദ്യം പെൻസിൽ ഡ്രോയിങ് പഠിച്ചു. പിന്നെ എൻ്റെ സാർ എന്നെ പഠിപ്പിച്ചത് അന്ന് സ്കെച്ച് പെൻ പോപ്പുലർ ആയിരുന്നു. സ്കെച്ച് പെൻ ഉപയോഗിച്ച് എന്നെ കളറിങ് പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എന്നെ പഠിപ്പിച്ചത് കളർ പെൻസിൽ ആയിരുന്നു. പിന്നെ എന്നെ പഠിപ്പിച്ചത് വാട്ടർ കളർ ആയിരുന്നു. പിന്നെ എന്നെ പഠിപ്പിച്ചത് ഓയിൽ പെയിന്റ് ആയിരുന്നു. കാരണം അന്ന് അക്രിലിക് അത്രയും പോപ്പുലർ അല്ല. പിന്നെ എന്നെ പഠിപ്പിച്ചത് അക്രിലിക് ആയിരുന്നു. ഇതായിരുന്നു ഞാൻ പഠിച്ച ഓർഡർ. ഇത് ഓർഡറിൽ പഠിക്കണമെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പക്ഷേ ഒരു കാര്യമുള്ളത്, നമ്മുടെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് കളർ പെൻസിൽ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല, നിങ്ങൾ ഓൾറെഡി പെൻസിൽ ഡ്രോയിങ് പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പെയിന്റിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. നിങ്ങൾക്ക് വാട്ടർ കളർ ഒട്ടും ഇഷ്ടമില്ല, അക്രിലിക് പെയിന്റിങ് പഠിക്കണം, നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ആർട്ടിൽ ഇതെല്ലാം ബ്രാഞ്ചസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാഞ്ചിലോട്ട് കടക്കാൻ പറ്റും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഫൗണ്ടേഷൻ കവർ ചെയ്തിട്ട് കിടക്കുക. ഈ ഒരു ചിത്രം ഇത് കണ്ടോ? അറ്റ്ലീസ്റ്റ് ഇങ്ങനെയെങ്കിലും നിങ്ങൾക്ക് വരയ്ക്കാൻ അറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് പെയിന്റിങ് ചെയ്യാൻ പറ്റുമല്ലോ. പെയിന്റിങ്ങിന് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് പഠിച്ചു കഴിഞ്ഞാൽ പെയിന്റിങ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ചോയ്സ് എടുക്കാം. കളർ പെൻസിൽ എടുക്കണോ, വാട്ടർ കളർ പഠിക്കണോ, ഓയിൽ പെയിന്റിങ് പഠിക്കണോ, അക്രിലിക് പഠിക്കണം എന്നൊക്കെ നിങ്ങളുടെ ചോയ്സ്. പിടിയിടുന്നുണ്ടോ? പക്ഷെ ഞാൻ കുറേ പേർക്ക് പെയിന്റിങ് കോഴ്സ് ആദ്യമേ സജസ്റ്റ് ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ പേർക്ക് ഇപ്പോഴും പെൻസിൽ ഡ്രോയിങ്ങിൽ ചെറിയ ഷേപ്പ് ഡിഫറൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കവർ ചെയ്യട്ടെ എന്ന് വെച്ചിട്ടാണ് മിക്കവാറും എല്ലാവർക്കും ഞാൻ ആദ്യം ഡ്രോയിങ് കോഴ്സ് സജസ്റ്റ് ചെയ്യുന്നത്. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമന്റ് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.